ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് നേരത്തെ സ്കൂളിൽ പോകേണ്ടത് കൊണ്ടും ഞാൻ ഇന്നപ്പോൾ ദോശ ചുടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ദോശയും കടലക്കറിയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിചാരിച്ചിട്ടുണ്ടായതല്ല, ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ദോശ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കണ കാരണമായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ നല്ല ഒറ്റ ഒഴിക്കൽ തന്നെയാണ്. ചട്ടി ഫുള്ളാണ് ദോശ ആവും കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ഫുള്ളാക്കാൻ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പം തന്നെ ഞാൻ ചോറ് അടുപ്പത്തിട്ടുണ്ടായിരുന്നു, മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊക്കെ കഴുകി വെച്ച് പിന്നെ പൊരിക്കാനുള്ളതും കറിയൊക്കെ ഉള്ളതൊക്കെ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ചോറാണ്. ഇത് സ്വത്തുവിനുള്ളതാണ് കേട്ടോ. ഓന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് മാങ്ങയുടെ അച്ചാർ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവനക്ക് അതിൻ്റെ ചാറ് പോലുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ അച്ചാറിനോട് തീരെ ഇഷ്ടമില്ലാത്ത ആളാട്ടോ. ബിരിയാണിക്കൊക്കെ എപ്പോഴെങ്കിലും കൂട്ടാമെന്നല്ലാതെ ഇതിനോട് അത്ര ഇഷ്ടമല്ല. പക്ഷെ അവനക്ക് അത് മാത്രം മതി ചോറിനാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം അവനക്കാക്കി. പൊന്നൂന് തേങ്ങാ ചമ്മന്തി ഇട്ടു. അവൾക്ക് എന്ത് കൂട്ടാനായാലും ഒരുപാട് വേണം കേട്ടോ. അങ്ങനെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഓൾക്കും ആക്കി കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി വെച്ച് രണ്ടാളതും കൂടി വേറെ സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ മിന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് നേരത്തെ, അല്ല മദ്രസയുള്ള ദിവസമായിട്ട് നേരത്തെ എണീക്കില്ല. അപ്പോൾ ഇവൾ മുഖത്തിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് കണ്ണ് എഴുതാൻ ഓൾ ഒറ്റയ്ക്ക് എഴുതിക്കൊള്ളാം. അപ്പോൾ പൊന്നു പറഞ്ഞു, ഞാൻ എഴുതി തരാം എൻ്റെ കണ്ണ്. അപ്പോൾ കണ്ണ് പൊത്തിപ്പിടിച്ച് എന്താ വെച്ചാൽ എൻ്റെ ഒരു കണ്ണ് മാത്രം താത്ത എഴുതി തന്നാൽ മതി, മറ്റേ കണ്ണ് ഞാൻ എഴുതിക്കൊള്ളാം. അപ്പോൾ ഒരു കണ്ണ് എഴുതിയേക്ക് ബാക്കി ഓൾ എഴുതാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. ഇന്ന് വലിയ കുഴപ്പമില്ല കേട്ടോ മൂപ്പർക്ക്. അല്ലെങ്കിൽ പറഞ്ഞില്ല, എല്ലാ മക്കളും അങ്ങനെ തന്നെ, ഓരോ ദിവസം ഓരോ വാശിയാണ്. ഇപ്പം മുടിയൊക്കെ കെട്ടിക്കൊടുത്തത് പൊന്നു തന്നെയായിരുന്നു. പിന്നെ ഓൾക്കാച്ച നേരത്തെ സ്കൂളിൽ പോകണം, അതാണ് ഓളെ ഒരു പ്രത്യേകത. എന്നാൽ സ്വത്തുവിന് അങ്ങനെയല്ല, എത്രയും വൈകിട്ടാണ് സ്കൂളിൽ പോകുന്നത് അങ്ങനെ വൈകിട്ട് പോയാൽ മതി, അതാണ് ഓനക്ക് ഇഷ്ടം. ഇപ്പോൾ പൊന്നു ഇങ്ങനെ മുടി കെട്ടുന്ന കാരണം മുടിയൊക്കെ ആകെ കെട്ടാവുകയാണ്. ഓളെന്നെ അത് ശരിയാക്കാറുണ്ട്. പക്ഷേ എനിക്കതൊരു ഭയങ്കര ഇടങ്ങറ് പിടിച്ച കാര്യം കേട്ടോ. അതിൽ വരുമ്പോഴൊക്കെ ആകെ മുടി ആകെ കെട്ടായിട്ടുണ്ടാവും. വന്നേക്ക് തന്നെ പൊന്നു അത് മുടിയൊക്കെ ആകെ നേരെ കെട്ട് ഒക്കെ ഒഴിവാക്കും കേട്ടോ. പിന്നെ മിന്നുവിന് കണ്ണിൻ്റെ മുകളിൽ എഴുതായിട്ടാണ് ഓൾ സങ്കടപ്പെട്ടിരുന്നത്. പിന്നെ കണ്ണിൻ്റെ മുകളിൽ എഴുതാതെ സ്കൂൾക്ക് പോവുകയില്ല കേട്ടോ. താത്ത എഴുതുന്നുണ്ടെങ്കിൽ ഇക്കും എഴുതിക്കാട്ടുക, ചിലപ്പം മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര തിരക്കായാലും കണ്ണിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളൂ മിന്നു സ്കൂൾക്ക് പോവുക. അങ്ങനെ ഓല് സ്കൂൾക്ക് പോയതിന് ശേഷം ഞാൻ ചായ കുടിക്കാനായിരുന്നു. ദോശയും കടലക്കറിയും. ഞാൻ കടലക്കറി വെച്ചത് കറി ഒരുപാടില്ലാണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുട്ടിൽക്കൊക്കെ ആണെങ്കിലല്ലേ കറിയുടെ ആവശ്യമുള്ളൂ. ഇത് വല്ലാണ്ട് നല്ല കുറുന്നനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങൾ അയൽവാസികൾ കൊടുന്നു തന്നാട്ടോ. ഇത് കൊടംപുളിയാണിത്. ഇത് നേരെ കഴുകി വൃത്തിയാക്കി കേടുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതാ ഞാൻ ഇങ്ങനെ ഓരോ ഇതളുകളായിട്ട് വേർതിരിച്ചിട്ടിട്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ കായ ഉണ്ടാവില്ല, ഭയങ്കര കറയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാനത് അതിങ്ങനെ നേരാക്കണ സമയത്ത് ഞാൻ വായിലിട്ടപ്പോൾ ഒരു പശ പോലെയൊക്കെ കറ പോലെയൊക്കെ വായിലിട്ടോ. ഞാൻ എന്നിട്ട് ഇവിടെ അടുപ്പിൻ്റെ അരു തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ ഇട്ടു കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് പുറത്തിടണം വെയിലത്ത്, എന്നാലേ അത് നന്നായിട്ട് കറുത്ത കളറായി കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ ചൂടത്തിട്ടാലും കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു ഈ ഇതിൻ്റെയൊക്കെ വിറകിൻ്റെയൊക്കെ ഇതിങ്ങനെ
ചെല്ലും. അപ്പോൾ ഒരു എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയാൽ മതി, കുഴപ്പമില്ല, എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ അങ്ങനെയൊക്കെ നേരാക്കി വൃത്തിയാക്കി വെച്ചു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്തിട്ടൊന്ന് കടിക്കാൻ തോന്നും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കറിയും ഉപ്പേരി എല്ലാതും ആയതിന് ശേഷം പിന്നെ ഞാൻ വെണ്ടയ്ക്കയിലൊരു പരീക്ഷണം ഇങ്ങനെ സാധാരണ ഉണ്ടാക്കാറുണ്ട് തോന്നുന്നുണ്ട് ആൾക്കാർ. ഇങ്ങനെയെന്നുള്ള ഇത് ഉണ്ടാക്കാമെന്നൊന്നും അറിയില്ല കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടി ഞാനതിൽ കുറച്ച് പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇട്ട് മുളകൊക്കെ കീറിയിട്ടതിന് ശേഷം ഇതെന്ത് കാട്ടുമെന്ന് അറിയില്ല. കുറേ നേരം വെണ്ടയ്ക്ക വാടണമെങ്കിൽ ഭയങ്കര പണിയല്ലേ. അപ്പോൾ എനിക്ക് ദേഷ്യം വെള്ളമെടുത്തി. മീൻ പൊരിച്ചതും മീൻ കറിയും പിന്നെ 2 തരം ഐറ്റംസ് ആട്ടോ പൊരിച്ചത്. ഉമ്മാക്ക് ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊന്നും ഇല്ലാതെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് പൊരിച്ച മീൻ. പിന്നെ തേങ്ങാ ചമ്മന്തി സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കിയാട്ടോ. പിന്നെ പപ്പടം. ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും കാട്ടണമല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടു. നമ്മളെ മില്ലിൽ നിന്ന് മേടിച്ചത്, നമ്മളെ കരുവാമ്പടി മില്ലിൽ നിന്ന് കിട്ടും. പിന്നെന്താ നല്ല ചിക്കൻ മസാല, അടിപൊളി ചിക്കൻ മസാല. ഞാനിപ്പോൾ കടലക്കറിയിലായാലും അത് ഇട്ടാൽ വെറും പിന്നെന്താ ചിക്കൻ മസാലയും വെറും മഞ്ഞളും കൂടി ഇട്ടാൽ അടിപൊളി കേട്ടോ. അങ്ങനെ അത് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇതെന്താ കാട്ടുകയെന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കും. ഇനി കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ച് ലോ ഫ്ലെയിം ആക്കിയാലും ഇത് പിന്നെ എങ്ങനെയാ വെച്ചാൽ കരിഞ്ഞു പോകും. ഒന്നാമത് ആ ചെറിയ വെല്ലുള്ളി ഒന്ന് അടി പിടിച്ചിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ. അപ്പം ഞാൻ തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തു, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ ഉള്ളി ആ വെണ്ടക്കഴയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നെ അങ്ങനെ ഇടുന്ന അടച്ച് വെച്ചാൽ സെറ്റാകുമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ വെണ്ടക്ക എങ്ങനെയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെന്താ മാപ്പിളക്കാർക്ക് നല്ല ഇഷ്ടമായിക്കോളൂ കേട്ടോ. ഓല് ഞാൻ കൊടുത്തതൊക്കെ കൂട്ടി കുറ്റങ്ങളൊന്നും കേട്ടില്ല. അതുകൊണ്ട് സമാധാനമായ കുഴപ്പമൊന്നുമില്ലല്ലേ. അവർ സ്കൂളിൽ വന്നപ്പോൾ ഞാനെന്ത് വിചാരിച്ചു, അവർക്ക് പിന്നെന്താ അവിൽ കുഴച്ചത് 3 പേർക്കും കൂടി അവിൽ കുഴച്ചത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. വിശന്നിട്ട് വരുന്നതിൻ്റെ മുന്നേ കേട്ടോ ഞാനതൊക്കെ റെഡിയാക്കി വെച്ചത്. പിന്നെ അവർ പോയി വന്നപ്പോൾ സ്കൂളിട്ട് വന്നപ്പം കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പോൾ ആ കടയിൽ കയറിയിട്ട് നൂഡിൽസും പിന്നെന്താ റവ കേക്ക്, പിന്നെ ഇപ്പം എന്താ കൊടുക്കുന്നത്, ഡയറി മിൽക്ക് ഓരോരുത്തർക്ക് പിന്നെ വാങ്ങിക്കുന്നു കേട്ടോ. ഒന്നേറ്റ് എല്ലാവർക്കും കൂടിയല്ല, ഓരോരുത്തർക്ക് വാങ്ങിയ കാരണം ആർക്കും വലിയ ആവശ്യമില്ല. ഇത് ഒന്നേറ്റ് നമ്മളെല്ലാവരും കൂടി മധുരമുള്ളതല്ലേ പൊട്ടിച്ച് കഴിക്കാച്ചാൽ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ മിന്നുവിന് വേണ്ട പറഞ്ഞിട്ട് ഇക്ക് തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മിന്നുവിനോട് ഞാൻ പറയരുത് ഫ്രിഡ്ജിക്ക് വെക്കടി ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മിന്നുവിനോട് ഫ്രിഡ്ജിക്ക് വെക്കാൻ പറഞ്ഞു. പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ പോയി തിരഞ്ഞു നോക്കുമ്പോൾ അത് കാണാനേ ഇല്ല സംഭവം. അപ്പം മിന്നു പറഞ്ഞു താത്ത എടുക്കുവെച്ചിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചതാണ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടോ, ഈ ഒരു തരം റവ കേക്കാണ് വാങ്ങിയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ല പറഞ്ഞാൽ അതിന് ഒരു പഴകിയ മാതിരി കേട്ടോ. അത് റവ കേക്കൊക്കെ നല്ല രസമുണ്ടായല്ലോ. മിന്നു ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ വേണ്ടി എടുത്താട്ടത്. അപ്പോൾ ടാറ്റാ.